ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റുള്ളൊരു മട്ടൻ മന്തി ചെയ്ത് നോക്കിയാലോ. വളരെ എളുപ്പത്തിൽ അധികം സ്പൈസസ് ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റൈസാണ് ഈ ഒരു മന്തി എന്ന് പറയുന്നത്. നമ്മൾ ഏത് മീറ്റിലാണോ ഈ ഒരു മന്തി ചെയ്യണത് ആ ഒരു മീറ്റിൻ്റെ ഫ്ലേവർ ആയിരിക്കണം കേട്ടോ മുന്നിട്ട് നിൽക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ മട്ടനിലാണ് ചെയ്യണത്, ചിക്കനിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു രണ്ട് മീറ്റിലാണ് ഏറ്റവും കൂടുതൽ മന്തി ഉണ്ടാക്കാൻ നല്ലത്. ബീഫിൽ ചെയ്യുമ്പോൾ അത് അത്ര ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ, കാരണം ബീഫിന് അത്ര ഒരു ഫ്ലേവർ ഇല്ലാത്ത മീറ്റാണല്ലോ. അപ്പോൾ മട്ടനിലോ ചിക്കനിലോ ചെയ്തതായിരിക്കും മന്തി ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ഈ മന്തി റൈസിലേക്ക് വേണ്ട സ്പൈസസ് എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയെ ഞാൻ എടുക്കണുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മുഴുവനായിട്ടില്ല മല്ലി വേണം, അര ടേബിൾ സ്പൂൺ നല്ല ജീരകം, പിന്നെ ഒരു 4-5 ഏലക്കായ വേണം, അതുപോലെ തന്നെ ഒരു 4-5 ഗ്രാമ്പു വേണം, ഒരു ചെറിയ കഷ്ണം പട്ട വേണം, പിന്നെ ഉണക്കനാരങ്ങ ഉണ്ടല്ലോ അതിൻ്റെ ഒരു 1/4 ഭാഗമാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ഒരു അര ഭാഗം വരെ എടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് അര ടേബിൾ സ്പൂൺ തന്നെ കുരുമുളക്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കിനി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി ഒരു കുക്കർ ഒന്ന് ചൂടാക്കിയെടുക്കുക. അതിലേക്ക് ഒരു 1/4 കപ്പോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ വേണ്ട, നമുക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നെയ്യായാലും മതി കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് മുറിച്ചെടുത്തത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ല ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് വഴണ്ടി കിട്ടിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് വലിയ 2 വെളുത്തുള്ളി ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ കൂടി പോയാൽ നമുക്കതൊരു ബിരിയാണീൻ്റെ ടേസ്റ്റായി പോവും. അപ്പോൾ അത്രയും വേണ്ട കേട്ടോ, ഇഞ്ചിയൊന്നും വേണ്ട, വെളുത്തുള്ളി 2 മാത്രം മതി, ഒരു വലിയ 2 വെളുത്തുള്ളി മാത്രം മതി കേട്ടോ. പിന്നെ കുറച്ച് പച്ചമുളക്, അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മട്ടൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കിലോ മട്ടനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അത് നമുക്ക് വലിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ അതിലേക്കുള്ള ഇറച്ചി തിരഞ്ഞെടുക്കുമ്പോൾ 1-2 പീസ് നല്ല നെയ്യുള്ള പീസും കൂടെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ, എങ്കിൽ ആ ഒരു ചോറിന് അതിൻ്റെ ഒരു ഫ്ലേവർ നന്നായിട്ട് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ അധികം നെയ്യും എണ്ണയൊന്നും ചേർക്കണില്ലല്ലോ, വേണമെന്നുണ്ടെങ്കിൽ ചേർക്കുക, പക്ഷേ ഞാനിവിടെ വളരെ കുറച്ച് എണ്ണ മാത്രമേ ഉപയോഗിക്കണുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മസാല ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ 1 കിലോ മട്ടനിലേക്കുള്ള എന്താ പറയുക മസാലപ്പൊടിയാണ് കേട്ടോ നമ്മളിത് ചേർത്തത്, പൊടിച്ചെടുത്തതും. അപ്പോൾ അത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്കുള്ള ഉപ്പും കൂടെ ചേർക്കാം. എന്നിട്ട് ഏകദേശം ഒരു 15 മിനിറ്റോളം നമുക്കിത് വഴറ്റി കൊടുത്ത് ഒന്ന് മൂടി വെക്കുക, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഒരു 1/4 ഭാഗത്തോളം ഈ മട്ടന് ഇതിൽ തന്നെ കിടന്ന് ഒന്ന് കുക്കായിക്കോളും. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ, ഒരു ഏകദേശം ഒരു 15 മിനിറ്റോളം. അപ്പോഴേക്ക് ഈ ഒരു മസാലയൊക്കെ ഈ മട്ടനിൽ നന്നായിട്ട് പിടിക്കും, ഉപ്പും നന്നായിട്ട് പിടിക്കും. അപ്പോൾ അതുപോലെ ചെയ്യാം. ഇനി ഇതിലേക്ക് ഇത്തിരി ഒരു പുളിക്ക് വേണ്ടിയിട്ട് ഒന്നുകിൽ വിനാഗിരിയോ അല്ലെങ്കിൽ നമുക്ക് നാരങ്ങയുടെ നീരോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പകുതി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വേവിക്കാൻ ആവശ്യമായിട്ടില്ല വെള്ളം ചേർക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ചേർത്തത്. ചില മട്ടനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും, അപ്പം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ചേർത്തത്. എന്നിട്ട് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ അതാ നമ്മുടെ ഇറച്ചി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത്തിരി വെള്ളമുണ്ട്, കാരണം നമ്മൾ 2 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണല്ലോ അത് വേവിച്ചെടുത്തത്. അപ്പോൾ ഇനി ആ വെള്ളത്തിൽ നിന്ന് ഇറച്ചി മാത്രമായിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. എന്നിട്ട് ആ വെള്ളം ഒന്ന് അളന്നെടുക്കുകയും വേണം. നമ്മൾ അതിലാണ് അരി വേവിച്ചെടുക്കുന്നത്, ബാക്കി സാധാരണ വെള്ളം കൂടെ ഒഴിച്ചിട്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് അളന്നെടുക്കാം. പിന്നെ നമുക്ക് ആ ഒരു കുക്കറിൽ തന്നെ അരി വേവിച്ചെടുത്താലും മതി, അല്ലെങ്കിൽ ഇതുപോലെ ഒരു പാന് വെച്ചിട്ട് അങ്ങനെ വേവിച്ചാലും മതി കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു പാന് ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് ഒരു 5.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 2.5 കപ്പോളം നമ്മൾ മട്ടൻ വേവിച്ച വെള്ളം ഉണ്ടായിരുന്നു, കൂടെ ഒരു 3 കപ്പോളം സാധാരണ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ തിളപ്പിച്ചെടുക്കുക. വേറെ ഒന്നും ഞാനിതിൽ ചേർത്തിട്ടില്ല കേട്ടോ, പാകത്തിന് ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നീട്. ഇനി അതിലേക്ക് നന്നായിട്ട് കഴുകിയെടുത്ത് വെള്ളമെല്ലാം വാർത്തെടുത്ത ഒരു 3 കപ്പ് ബസ്മതി അരിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. സാധാരണ നമ്മൾ 3 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളമാണല്ലോ എടുക്കാറ്. അപ്പോൾ ഇത് ഞാൻ പെട്ടെന്ന് തന്നെ കുഴഞ്ഞു പോണ അരി ആയതുകൊണ്ടാണ് 1/2 കപ്പ് വെള്ളം കുറച്ചിട്ട് ചേർത്തത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അരിയുടെ വേവിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം.
നമ്മൾ സെല്ല ബസ്മതിയിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ കറക്റ്റായിട്ട് 6 കപ്പ് വെള്ളം തന്നെ വേണ്ടി വരും കേട്ടോ, 3 കപ്പ് അരിക്ക്. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു അരി നന്നായിട്ട് വെന്ത് ഇത് കണ്ടോ, നന്നായിട്ട് ഒട്ടും കുഴഞ്ഞൊന്നും പോവാതെ നല്ല പോലെ വേവായി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിന് ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ചാർക്കോളൊന്ന് കത്തിച്ചിട്ട് ഒന്ന് മൂടി വെക്കാനുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഇറച്ചി മാറ്റി വെച്ചിട്ടാണ് കേട്ടോ, ഈ ഒരു റൈസിന് മാത്രമാണ് ആ ഒരു ഫ്ലേവർ കൊടുക്കുന്നത്. ഇത് സാധാരണ നമ്മൾ ഇറച്ചിയും കൂടെ ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ട് വേണം ഈ ഒരു ചാർക്കോൾ കത്തിച്ച് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്, ഇറച്ചിയിൽ ആ ഒരു ഫ്ലേവർ ഉണ്ടെങ്കിൽ ഒട്ടും കഴിക്കൂല അവർ, അതുകൊണ്ടാണ് ഞാൻ അത് ചേർക്കാതെ ഈ ഒരു റൈസിന് മാത്രമായിട്ട് ആ ഒരു ഫ്ലേവർ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ നടുക്കിലായിട്ട് നമ്മുടെ ചോറിൻ്റെ നടുക്കിലായിട്ടൊരു പാത്രം വെച്ച് കൊടുക്കുക, ഒരു ചെറിയ പാത്രം. അത് ഏത് പാത്രമാവാം, സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ആവാം, അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു അലുമിനിയം ഫോയിലിൻ്റെ ഒരു പാത്രമായാലും മതി കേട്ടോ. അങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആ ഒരു ചാർക്കോൾ നന്നായിട്ട് കത്തിച്ച് വെക്കുക, നല്ല പോലെ കത്തി കിട്ടണം. എന്നിട്ട് അതിൻ്റെ ഈ ഒരു പാത്രത്തിലായിട്ട് ഇടുക. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക, ഏകദേശം 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഉടനെ തന്നെ മൂടി വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു പുക വരുന്നുണ്ടല്ലോ, അത് ആ ഒരു റൈസിലേക്കായിട്ട് ആ പുകയുടെ മണം നന്നായിട്ട് വരും. അപ്പോൾ നല്ലൊരു സ്മോക്കി ഫ്ലേവറും കൂടെ കിട്ടും. അപ്പോൾ ഇറച്ചിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഇറച്ചി ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. ആ റൈസിൻ്റെ മുകളിൽ ഇറച്ചി നിരത്തി വെച്ചിട്ട് വേണം ഇതുപോലെ ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഇറച്ചിക്കും കൂടെ ആ ഒരു ഫ്ലേവർ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് ആ ഒരു ചാർക്കോൾ മാറ്റാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ റൈസ് സെർവ് ചെയ്യാം. അപ്പോൾ ആദ്യം ഒരു വലിയ പാത്രത്തിലേക്ക് റൈസ് ഇടുക, എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇറച്ചി നിരത്തി വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബദാമൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം, കൂടെ കുറച്ച് പച്ചമുളകൊക്കെ ആയിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതുപോലെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ചട്നിയും കൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സി ജാറിലേക്കോ അല്ലെങ്കിൽ ഒരു ഫുഡ് പ്രോസസ്സറിലേക്കോ നമുക്ക് ഒരു 1.5 കപ്പോളം തക്കാളി മുറിച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചട്നിക്ക് കൂടുതൽ തക്കാളിയാണ് കേട്ടോ വേണ്ടത്. ഇനി നമുക്ക് പച്ചമുളക് വേണം, അത് നമ്മുടെ എരിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ ഒരു വലിയ വെളുത്തുള്ളി അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ സവാളയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയിലയും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. കൂടി പോവണ്ട, എങ്കിലും നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും ചേർത്ത് കൊടുക്കുക. മല്ലിയിലയുടെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കരുത് കേട്ടോ, തക്കാളി തന്നെയാണ് കൂടുതൽ വേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് വിനാഗിരി നമ്മുടെ പുളിക്ക് അനുസരിച്ച് ചേർക്കാം കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുക്കുക എന്ന് പറയുമ്പോൾ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കരുത് കേട്ടോ, കുറച്ച് തരിതരിപ്പോട് കൂടെയാണ് ഇത് അരച്ചെടുക്കേണ്ടത്. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ടെക്സ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഷത്ത എന്ന് പറയുന്ന ഈ ഒരു ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഏത് അറബിക് റൈസിൻ്റെ കൂടെയും കഴിക്കണ ഒരു ചട്നിയാണ് കേട്ടോ. അപ്പോൾ എല്ലാറ്റിൻ്റെ കൂടെ നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റുള്ള ഈ ഒരു മട്ടൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. ആ ഒരു മട്ടൻ്റെ ഫ്ലേവറൊക്കെ മുന്നിട്ട് നിൽക്കണ നല്ല ടേസ്റ്റുള്ളൊരു മന്തി. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പൈസസ് എന്ന് പറയുമ്പോൾ പൊടിച്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ല, എപ്പോഴാണോ നമ്മൾ മന്തി ഉണ്ടാക്കണേ ആ ഒരു സമയത്ത് തന്നെ പൊടിച്ച് വെച്ചാൽ മതി കേട്ടോ. കറക്റ്റായിട്ട് നല്ല ടേസ്റ്റ് തന്നെ നമുക്കിത് കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് പറയുക. ഇനി വീണ്ടും പുതിയ റെസിപ്പീസുമായി കാണാം. അതുവരെ താങ്ക് യു.